ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, നാഗാലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഹരിജൻ യാത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പുരാണ ക്വില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്? ആൻസർ ഓപ്ഷൻ എ, രാമൻ നമ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കല്ലുമല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി, 1991. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ന്യൂറംബർഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യർ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആൻസർ ഓപ്ഷൻ എ, ജീൻ ജാക്വസ് റൂസോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, പോർച്ചുഗീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏതു സ്ഥലം വരെയാണ് നീട്ടിയത്? ആൻസർ ഓപ്ഷൻ സി, കോഴിക്കോട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർലോസ് അൽക്കാരാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? ആൻസർ ഓപ്ഷൻ സി, അഗ്നിസാക്ഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, റസൂൽ പൂക്കുട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ആൻസർ ഓപ്ഷൻ ഡി, 18,426 റൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, SL പുരം സദാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, S ഗുപ്തൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുമാരനാശാൻ അന്തരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി, 1924. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഞ്ചരസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജി അരവിന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ലയണൽ സ്കലോനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏതു ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മലപ്പുറം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.